എല്ലാവിധ വണ്ടികൾക്കും വരാനുള്ള പഞ്ചായത്ത് ടാർ റോഡ് സൗകര്യമുള്ള നല്ലൊരു വീട് വിൽപ്പനയുമായിട്ടാണ് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മുമ്പിൽ തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് ചാനൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും റിയൽ എസ്റ്റേറ്റ് ചാനലായിട്ടുള്ള തവക്കൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇൻ്റർലോക്കിൻ്റെ കട്ട പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഈ ബൊലേറോ അല്ലെങ്കിൽ വലിയ ഇന്നോവ അങ്ങനത്തെ കാറുകൾക്കൊക്കെ വന്ന് പാർക്ക് ചെയ്യാനുള്ള മുറ്റം സൗകര്യം വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ബസ് റൂട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയല്ല, തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിലെ തിരുവില്യാമല പഞ്ചായത്തിൽ തിരുവില്യാമല കൂട്ടുപാതയിൽ നിന്നും പഴമ്പാലക്കോട്, തരൂര്, ആലത്തൂർക്കൊക്കെ പോകുന്ന മെയിൻ റോഡാണ്. ആ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു 100 മീറ്ററിൽ താഴെ മാത്രം ദൂരത്തായിട്ട് നല്ലൊരു വീടാണ് കേട്ടോ. വീഡിയോ നിങ്ങൾ മുഴുവൻ കാണണേ. ഈ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൃശ്ശൂർ ജില്ലയാണ്. എപ്പോഴും പാലക്കാട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പാലക്കാട് എന്ന് പറഞ്ഞു പോയതാണ്. തൃശ്ശൂർ ജില്ലയിലെ തിരുവില്യാമല പഞ്ചായത്തിലാണ്. ഇതിനകത്ത് നമുക്ക് 10-12 തെങ്ങ്, അതുപോലെ മാവ്, പ്ലാവ്, കണ്ടമാതിരിയുള്ള നാരകം, സീതാരങ്ങ, അങ്ങനെയുള്ള എല്ലാ ഒരു വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ സസ്യങ്ങളും മരങ്ങളൊക്കെ ഉള്ള ഒരു ഓൾഡ് ട്രഡീഷണൽ വീട്. ഇതിപ്പോൾ അവിടെ നമുക്ക് അത്യാവശ്യം അങ്ങനെ ഒരു വൈകുന്നേര സമയങ്ങളിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ കൊച്ച് ഒരു ഔട്ട് ഹൗസ് പോലുള്ളൊരു ചെറിയൊരു പെരാണ്. ഇതിനകത്ത് ഇതുപോലെ കായ്ക്കുന്ന തെങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. 10-12-13 തെങ്ങുകളുണ്ട്. 20 സെന്റ് സ്ഥലമാണ് ഇതിനകത്ത് വരുന്നത്. 20 സെന്റ് സ്ഥലത്തിൽ ഒരു ട്രഡീഷണൽ ലുക്കുള്ള ഒരു റിനോവേഷൻ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു വീട്. ഇപ്പോൾ വീടിൻ്റെ അകത്തുള്ള പണികളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു 10-12 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചക്കുള്ളിൽ എല്ലാവിധ പണികളും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാമെന്നാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഏറ്റിട്ടുള്ളത്. അപ്പോൾ ഇതിന് 20 സെന്റ് സ്ഥലത്തിൽ ഒരു കിണർ വരുന്നുണ്ട്, കുളം വരുന്നുണ്ട്. കുളം കൂടാതെയാണ് നമുക്ക് ഇതിന് 20 സെന്റ് സ്ഥലം. കുളം ഈ വീട്ടുകാർക്ക് കൂടെ അവകാശപ്പെട്ടിട്ടുള്ള കുളമാണ്. വേറെ 1-2 വീട്ടുകാരൊക്കെ അവിടെ ഒന്ന് കുളിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവകാശപ്പെട്ടിട്ടുള്ളൊരു കുളമാണ് കേട്ടോ. അതൊരു ഊഞ്ഞാല് കെട്ടാനുള്ള നല്ല പണികളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഊഞ്ഞാല് കെട്ടാനുള്ള സ്പേസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ചുറ്റും കോമ്പൗണ്ട് വാൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാവിധ അറ്റകുറ്റപ്പണികളും ചെയ്തിട്ടുള്ളൊരു വീടാണ്. എന്ന് വെച്ചാൽ മുകൾ ഭാഗം മുഴുവൻ ഈ റൂഫിങ് ചെയ്തിട്ടുള്ള ഭാഗത്തെ മര ഉരുപ്പടികൾ ഉണ്ട്. ഈ വാതിലും ജനലും കട്ടിളയൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നല്ല തേക്കിൻ്റെയാണ് കേട്ടോ. അതുപോലെ ഇതിൽ മുകളിൽ ഉപയോഗിച്ചിട്ടുള്ള പട്ടിക പഴുക്കോലുകളൊക്കെ കംപ്ലീറ്റ് പൊളിച്ചു മാറ്റി റിനോവേഷൻ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ് ഭാഗങ്ങളും ചുമര് ഭാഗങ്ങളൊക്കെ പൊട്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പെയിന്റിങ് ചെയ്യണം. അതുപോലെ നിലം കാവി തന്നെ, അതായത് റെഡ് ഓക്സൈഡ് അത് തന്നെ നിലനിർത്താനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആ പഴമയുടെ ലുക്ക് കിട്ടിക്കൊള്ളട്ടെ എന്നുള്ള ഒരു രീതി വെച്ചുകൊണ്ട്. അപ്പോൾ ഇതിലൊരു 2 ബെഡ്റൂം ഉണ്ട്. അതുപോലെ ഒരു പൂമുഖം, ഇടനാഴി, അടുക്കള, അതുപോലെ ഇവിടെ ഒരു വർക്ക് ഏരിയ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉള്ളിൽ തന്നെ നമുക്ക് കോമൺ ആയിട്ടൊരു അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം, പുറത്ത് നമുക്കതുപോലെ ഒരു കോമൺ ബാത്റൂം സൗകര്യം വരുന്നുണ്ട് കേട്ടോ. ഇതിൽ മുഴുവൻ സീലിംഗ് ചെയ്ത് തരാൻ നേരിട്ടുണ്ട് ഉടമസ്ഥൻ. മുഴുവൻ ഭാഗങ്ങൾ സീലിംഗ് ചെയ്ത് ഇവിടെ നമുക്കൊരു വാഷ് ബേസ് വെക്കാനുള്ള സൗകര്യം വരുന്നു. ഇതാണ് ഈ 2 ബെഡ്റൂമാണ് ഇതിനകത്ത് ബെഡ്റൂം എന്ന് പറയാനൊക്കെ ആയിട്ടുള്ളത്. പിന്നെ ഒരു ഇടനാഴിയും പൂമുഖവും അടുക്കളയും ഞാൻ ആദ്യം പറഞ്ഞ മാതിരി വർക്ക് ഏരിയയും സിറ്റ് ഔട്ടും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു വീട്. ഇവിടെയാണ് നമുക്കൊരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം. ഇവിടെ ഒരു ക്ലോസറ്റ് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പണികൾ ഏകദേശം ഒരു 2 ആഴ്ച കൊണ്ട് എല്ലാവിധ വർക്കുകളും പൂർത്തിയാക്കി തരും. അപ്പോൾ ഇതിന് വില പറഞ്ഞിരിക്കുന്നത് 45 ലക്ഷം രൂപയാണ്. എല്ലാവിധ വർക്കുകളും ഫിനിഷ് ചെയ്ത് തരുമ്പോൾ ഉടമസ്ഥൻ ചോദിക്കുന്ന വില 45 ലക്ഷം രൂപ. അപ്പുറമാണ് നമുക്കൊരു കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം കൊടുത്തിട്ടുള്ളത്. അത് അപ്പുറത്തൂടെ വീടിന്റെ ചുറ്റുഭാഗത്തൂടെ കറങ്ങി വരുമ്പോൾ കാണാം. ഇപ്പൊ ചുമർ ഭാഗങ്ങൾ മുഴുവനും തേപ്പ് പണിയൊക്കെ കഴിഞ്ഞാണ് കേട്ടോ. ആ പഴമ നിർത്തിക്കൊണ്ട് തന്നെ തേപ്പ് പണികളുടെ എല്ലാവിധ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് കിണർ വരുന്നത്. കിണറിന്റെ ഗ്രില്ലിന്റെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുടിവെള്ളത്തിനായിട്ട് കിണറുണ്ട്. കൂടാതെ പഞ്ചായത്തിന്റെ ലൈൻ കണക്ഷൻ നമുക്ക് ആ വീഡിയോയുടെ തുടക്കത്തിൽ ആ ഫ്രണ്ട് ഭാഗത്ത് എടുത്തിട്ടുണ്ട്. വെള്ളത്തിനൊന്നും ഒരു തരത്തിലും ക്ഷാമമില്ല. അതുപോലെ വെള്ളം കയറുന്ന ഭാഗമല്ല. ഒരിക്കൽ കൂടെ പറയുകയാണ്, തൃശ്ശൂർ ജില്ലയിലെ തിരുവില്യാമല പഞ്ചായത്തിൽപ്പെട്ടിട്ടുള്ള ഈ സ്ഥലവും 20 സെന്റാണ്. അതിനകത്ത് മാവ്, പ്ലാവ്, തെങ്ങ്, ഒരു കവുങ്ങ് എന്ന് പറഞ്ഞ മാതിരി എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെയാണ് നമുക്കൊരു കോമൺ ആയിട്ട് പുറത്തൊരു ബാത്റൂം വരുന്നത്. ഇതിന്റെ പണിയൊന്നും ഫിനിഷ് ചെയ്തില്ല. പണി ഫിനിഷ് ചെയ്തിട്ട് വീഡിയോ എടുത്താൽ മതി ബഷീറേ എന്ന് പറഞ്ഞതിന്റെ ഉടമസ്ഥൻ. നമ്മൾ അതിന് മുമ്പ് തന്നെ തിരക്കൂട്ടി ചെന്ന് വീഡിയോ എടുത്തണം. എല്ലാവിധ വർക്കുകളും ഈ പെയിന്റിങ്ങും കാര്യങ്ങളും നിലമ്പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അടിപൊളിയായിരിക്കും വീട്. അപ്പോൾ ചെയ്താൽ മതി പോരെ എന്ന് എന്നോട് ചോദിച്ചാണ്. ഞാനായിട്ട് തിരക്കൂട്ടി അവിടെ ചെന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. എല്ലാ പണി ഫിനിഷ് ചെയ്തിട്ട് ഉടമസ്ഥൻ തരുന്ന വിലയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, 45 ലക്ഷം രൂപ.
അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇങ്ങനെയുള്ള വീടുകളൊക്കെ അന്വേഷിച്ച് ഒരുപാട് പേര് നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് താമസിക്കുന്ന മലയാളികളുണ്ട്. തൊട്ടടുത്തൊക്കെ ഉള്ള വീടുകൾ ഇതേപോലുള്ള ഒരു ട്രഡീഷണൽ ലുക്കായിട്ടുള്ള വീടുകളൊക്കെയാണ്. എല്ലാവരുടെയും കിണർ വെള്ളമൊക്കെയാണ്. ഇവിടെ ഞാൻ 2-3 വീട് കണ്ടതിലൊക്കെ കിണർ വെള്ളമാണ്. വെള്ളത്തിനൊന്നും ഒരു തരത്തിലും ക്ഷാമമില്ല. അപ്പോൾ പുറം സംസ്ഥാനങ്ങളിലൊക്കെ താമസിക്കുന്ന മലയാളികൾ ഇടയ്ക്കൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഒരു കൊച്ചു ഓട്ടുപുര വീട് നല്ല ഭംഗിയുള്ള വീടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ട്. ഇതൊന്നും വെറുതെ പറയുന്നതല്ല കേട്ടോ. എല്ലാ യൂട്യൂബർമാരെ ഇതുപോലെയൊക്കെ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിളിക്കാറുണ്ട് ആൾക്കാർ. അപ്പോൾ നല്ലൊരു അടിപൊളി ഏരിയയും നല്ലൊരു വീടുമാണ്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. തിരുവില്ലാമല ടൗണിലേക്ക് ഈ വീടിൻ്റെ അവിടെ നിന്നും ജസ്റ്റ് ഒരു 3-4 കിലോമീറ്റർ ആണ് ദൂരം വരിക. അതുപോലെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയാനായിട്ട് നമുക്ക് ഒറ്റപ്പാലമാണ് വരുന്നത്. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ വീടിനടുത്ത് തന്നെയുണ്ട്. ആരാധനാലയങ്ങളും എല്ലാ മതവിഭാഗക്കാരുടെ ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ നമുക്ക് തിരുവില്ലാമലയും പരിസര പ്രദേശങ്ങളായിട്ട് എല്ലാവിധ സൗകര്യങ്ങളുള്ള നല്ലൊരു ഏരിയയും നല്ലൊരു വീടും പറമ്പും. ഉടമസ്ഥൻ പറഞ്ഞ വില ഒരിക്കൽ കൂടെ പറയുന്നു, വെറും 45 ലക്ഷം രൂപ. ഇത് നമുക്ക് ഇവിടെ സ്റ്റാൻഡൊക്കെ പണിതിട്ടുണ്ട്. മുകളിൽ മറ്റേ വെള്ളം സ്റ്റാൻഡൊക്കെ സീറ്റിംഗ് ഇവിടെ താഴെ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉറപ്പിച്ച് പ്ലംബിങ് എല്ലാ വെള്ളവും നമുക്ക് ഉള്ളിലേക്ക് എത്താനുള്ള സൗകര്യമൊക്കെ പെടുത്തി തരും. പിന്നെ ഈ ഒരു സൈഡിലൂടെയാണ് നമുക്ക് ആ കുളത്തേക്ക് പോകാനുള്ളത്. ഇപ്പോൾ മഴയൊന്നും കാര്യമായിട്ടില്ല. മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യത്തിനായിട്ട് സ്റ്റെപ്പൊക്കെ കരിങ്കല്ലോട്ട് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നിറഞ്ഞു വന്ന് നമുക്ക് നീന്തി കുളിക്കാം. ഇപ്പോൾ വെള്ളം കുറവാണ്, കാരണം ഇപ്പോൾ മെയ് മാസമൊക്കെ അല്ലേ. അപ്പോൾ വെള്ളം ആയാൽ നന്നായി കുളിക്കാനൊക്കെ പറ്റും. അധികം ആൾക്കാരുടെ ശല്യമൊന്നും ഇല്ലാത്തൊരു ഭാഗമാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക. 1-2 വട്ടം കണ്ടതിന് ശേഷം വിളിക്കുക. മറക്കാതെ ഈ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വിൽക്കുവാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.